ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിയുടെ തൂക്കം കുറഞ്ഞതിൽ ഗുരുതര പരാമർശങ്ങളുമായി ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. സ്വർണ്ണപ്പാളിയിലെ തൂക്ക വ്യത്യാസം ഭരണപരമായ വീഴ്ചയെന്ന് കോടതി വ്യക്തമാക്കി. ശബരിമല ക്ഷേത്ര ഭരണത്തിലെ ഗുരുതര വീഴ്ചയുടെ ഭാഗമാണിത്. 2019 സ്വർണ്ണപ്പാളി തിരികെ എത്തിച്ചപ്പോൾ തൂക്കം രേഖപ്പെടുത്താതിരുന്നത് മനഃപൂർവ്വമാകാമെന്നും സ്വർണ്ണപ്പാളിയുമായുള്ള യാത്രയിൽ ദുരൂഹതയുണ്ട് എന്നും കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു. വിഷയത്തിൽ സ്പോൺസറുടെ ഇടപാടുകൾ പരിശോധിക്കണമെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിൽ പറയുന്നുണ്ട്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, അങ്ങേയറ്റം ഗുരുതര പരാമർശങ്ങൾ രേഖാമൂലമുള്ള ഈ ഉത്തരവിൽ, ഈ ഇടക്കാല ഉത്തരവിലുണ്ട്. ദേവസ്വം ബോർഡ് പ്രതിക്കൂട്ടിലാണ്, സ്പോൺസറെ സംശയനിഴലിൽ നിർത്തുന്നുണ്ട് കോടതി. അതുപോലെ ഇതിൽ ഭരണപരമായ വീഴ്ചയുണ്ട്, ഉദ്യോഗസ്ഥ വീഴ്ചയുണ്ട് എന്നതടക്കം വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിലെ നിരീക്ഷണങ്ങളും പരാമർശങ്ങളും. എന്തൊക്കെ കാര്യങ്ങൾ കോടതി സൂചിപ്പിക്കുന്നു? എന്താണ് കോടതിയുടെ ഈ സംശയത്തിന് മുഖ്യ കാരണമായി ഉത്തരവിൽ പറയുന്നത് വിഷ്ണു? വിജയകുമാർ, സംശയത്തിന്റെ മുഖ്യ കാരണം 2019 ഈ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സംഭവമാണ്. 2019 സന്നിധാനത്ത് നിന്ന് ഈ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോകുമ്പോൾ സന്നിധാനത്ത് വെച്ച് എടുത്ത തൂക്കത്തിൽ അത് 42 കിലോ ഉണ്ടായിരുന്നു. അത് പിന്നീട് 1.5 മാസത്തോളം ഈ സ്പോൺസറുടെ കയ്യിൽ, 1.25 മാസത്തോളം സ്പോൺസറുടെ കയ്യിലിരിക്കുന്നു. അതിനുശേഷം ഇത് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന ചെന്നൈയിലെ സ്ഥാപനത്തിലെത്തുന്നു. അവിടെ വെച്ച് തൂക്കി നോക്കുമ്പോൾ 38 കിലോ ആയി ഇത് മാറുന്നു. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഹൈക്കോടതി ആവർത്തിച്ച് ചോദിക്കുന്നത്. 4 കിലോയുടെ കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. അത് തിരികെ ഈ പണിയെല്ലാം പൂർത്തിയാക്കി തിരികെ സന്നിധാനത്തേക്ക് എത്തിച്ച ഘട്ടത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അത് തൂക്കി നോക്കാതെയാണ് അതവിടെ ഫിക്സ് ചെയ്തതെന്നും ഹൈക്കോടതി പറയുന്നുണ്ട്. അങ്ങനെ തൂക്കി നോക്കാതെ അത് ആ വിവരം മഹസറിൽ രേഖപ്പെടുത്താത്തത് എന്തൊക്കെയോ മറക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. ഈ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് മനഃപൂർവ്വമായ ഇടപെടൽ നടന്നിരിക്കുന്നത്. അതിൽ ഉദ്യോഗസ്ഥ തലത്തിലും ഭരണതലത്തിലുമൊക്കെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് കോടതി മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആശങ്കയും സംശയവും ഒക്കെ. ഒപ്പം ഈ സ്പോൺസറുടെ ഇടപാടുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ കോടതി പറയുന്നു. അത് 1.25 മാസം ഈ വസ്തു അത് കയ്യിൽ വെച്ചു എന്ന് പറയുന്നത് തന്നെ ഗുരുതരമായ പ്രശ്നമാണ്. അത് പോരാഞ്ഞിട്ട് ഈ തിരികെ നൽകിയത് ഇത് കോപ്പറും ചെമ്പും അതോടൊപ്പം തന്നെ സ്വർണവും തമ്മിലുള്ള മിക്സ് ആണ്. പക്ഷേ കോടതി തന്നെ നിരീക്ഷിച്ച് പറയുന്നത് ഇത് കാണാതാകാം. ഈ 4 കിലോയിൽ കുറവ് വരാനുണ്ടാകുന്ന ഒരേ ഒരു കാരണം അത് സ്വർണം പൊതിഞ്ഞത് മാത്രമാണെന്ന് കോടതി പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇത് തിരികെ എത്തിച്ചപ്പോൾ അത് മറ്റ് കോപ്പർ പാളികളാണോ എത്തിച്ചത് എന്നുള്ള സംശയം കോടതി പ്രകടിപ്പിക്കുന്നു. വിശദമായ അന്വേഷണം, അതായത് ഈ 2 വിഷയത്തിലും, ഒന്ന് ഈ സ്പോൺസറുടെ കാര്യത്തിലും മറ്റൊന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോയി ഇതിന്റെ തൂക്കം കുറഞ്ഞ കാര്യത്തിലും, രണ്ടിലും വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ചീഫ് സെക്യൂരിറ്റി വിജിലൻസ് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. 3 ആഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം. ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ ഇതിവിടെ നിന്ന് കൊണ്ടുപോയ ഈ ഉണ്ണികൃഷ്ണൻ പൂറ്റി എന്ന് പറയുന്ന ആളും നിലവിൽ സംശയത്തിന്റെ നിലയിൽ തന്നെയാണ്. അതിലൊരു തർക്കവുമില്ല. കൃത്യമായ മറുപടി ഈ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കണമെന്ന നിർദ്ദേശവും ഹൈക്കോടതി ദേവസ്വം ബോർഡ് നൽകിയിട്ടുണ്ട്. വിജയകുമാർ. യെസ്, കോടതി ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ്. 4 കിലോ എവിടേക്ക് പോയി എന്ന് ചോദിക്കുന്നു. ശബരിമല ക്ഷേത്ര ഭരണത്തിലെ വീഴ്ച എന്ന് തന്നെ കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. ദേവസ്വം ബോർഡിനോട് അതിൽ എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച വിശദീകരണം തേടുന്നു. ദേവസ്വം ബോർഡ് അവിടെ പ്രതിക്കൂട്ടിൽ തന്നെയാണ്. സ്പോൺസറെ സംശയനിഴലിൽ നിർത്തുന്നുണ്ട് കോടതി. വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ ഈ ഉത്തരവിൻ്റെ ഭാഗമാക്കുകയും ചെയ്തിട്ടുണ്ട് ഹൈക്കോടതി. ഇടക്കാല ഉത്തരവിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട്. അതിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ദേവസ്വം ബോർഡ് ഇനി കോടതിയിൽ മറുപടി പറയേണ്ടിയും വരും. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ആഗോള അയ്യപ്പ സംഗമത്തിൽ സംസ്ഥാന സർക്കാരിന് ആശ്വാസം. ദേവസ്വം ബോർഡ് പരിപാടി തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി സുപ്രീം കോടതി തള്ളി. വിധി സ്വാഗതാർഹമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. പഞ്ചനക്ഷത്ര സൗകര്യമാണ് പമ്പാ തീരത്തെ പരിപാടിക്കായി ഒരുക്കിയിരിക്കുന്നതെന്നും ഇതിൽ രാഷ്ട്രീയമുണ്ടെന്നുമായിരുന്നു ഹർജിക്കാരുടെ വാദം. തീർത്ഥാടകർക്ക് യാത്ര ചെയ്യാനും ശൗചാലയം ഉപയോഗിക്കാനും തടസ്സം നേരിടുന്നുണ്ട്. 2022 സമാനമായ പരിപാടി നടത്താൻ മറ്റൊരു സംഘടന തീരുമാനിച്ചപ്പോൾ സർക്കാർ എതിർത്തിരുന്നു. അന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും അനുമതി നിഷേധിച്ചു. പമ്പാ തീരത്തിന് പകരം മറ്റൊരു ഓഡിറ്റോറിയത്തിൽ പരിപാടി നടത്താമായിരുന്നു. ദേവസ്വം ബോർഡ് മീറ്റിംഗിലല്ല, സർക്കാർ അവലോകന യോഗത്തിലാണ് പരിപാടി തീരുമാനിച്ചതെന്നും ഹർജിക്കാർ കോടതിയിൽ വാദിച്ചു. എന്നാൽ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. ഹൈക്കോടതി ഇടപെടണമെന്നല്ല കോടതി പറഞ്ഞിരിക്കുന്നത്. ഹൈക്കോടതി പറഞ്ഞ നിലപാടുകൾ, ഹൈക്കോടതി പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം പാലിച്ചുകൊണ്ട് തന്നെ വേണം ഇത് നടത്താനെന്നും ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് എന്തിനാണ് ഈ പരിപാടി നടത്തുന്നതെന്നുള്ളതിന് വ്യതിചലിക്കാൻ പാടില്ല എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഹൈക്കോടതി പാസ്സാക്കിയിരിക്കുന്ന ഈ ഉത്തരവ് ഇപ്പം നിലവിലുള്ളത് ഒരു ഇന്റരിം ഓർഡറാണ്. അതിൽ ചില സെർട്ടൈൻ ഡയറക്ഷനോട് കൂടിയാണ്
ഈ ഓർഡർ നിലവിലുള്ള ഓർഡർ ഇത് നിലവിൽ ഒരു ദിവസത്തെ പ്രോഗ്രാം ആണല്ലോ എന്നുള്ള ആ രീതിയിൽ ഒരു ലൈറ്റായിട്ടുള്ള ഒരു സമീപനമാണ് കോടതി എടുത്തിരിക്കുന്നത്. പരിപാടിക്ക് പിന്നിൽ രാഷ്ട്രീയമില്ലെന്നും വിധി സ്വാഗതാർഹമെന്നും ദേവസ്വം മന്ത്രി VN വാസവൻ. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഈ വിഷയത്തിലെ നിലപാടുകൾ ഏറെ സ്വാഗതാർഹമാണ്. അത് തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുമ്പാകെയും വിഷയം വരുമ്പോൾ അത് തടസ്സപ്പെടുത്തണമെന്നുള്ള സ്റ്റേ കൊടുക്കണമെന്നുള്ള വാദം തള്ളിക്കൊണ്ട് തന്നെ ഇതുമായി മുന്നോട്ട് പോകാം എന്ന നിലപാടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സ്വീകരിച്ചതായി ഇന്നിപ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ കൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ജസ്റ്റിസ് PS നരസിംഹ, ജസ്റ്റിസ് AS ചന്ദുർക്കർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. 24 ഡൽഹി. ആഗോള അയ്യപ്പ സംഗമത്തിൽ പന്തളം രാജകുടുംബം പങ്കെടുക്കില്ല. ബദൽ സംഗമത്തിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്യും. പന്തളത്ത് സംഘപരിവാർ സംഘടനകൾ സംഘടിപ്പിക്കുന്ന ശബരിമല സംരക്ഷണ സംഗമത്തിലേക്ക് ക്ഷണിച്ചാലും പോകില്ലെന്ന് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഒരുക്കങ്ങൾ വിലയിരുത്താൻ ദേവസ്വം മന്ത്രി VN വാസവൻ നാളെ പമ്പയിലെത്തും. ആഗോള അയ്യപ്പ സംഗമത്തിന് 2 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് സംഗമത്തിൽ പങ്കെടുക്കുന്നില്ലെന്ന തീരുമാനം മുൻ രാജകുടുംബം അറിയിച്ചത്. ബദൽ സംഗമത്തിൽ നിന്നും വിട്ടുനിൽക്കും. യുവതീ പ്രവേശന പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കില്ലെന്ന സർക്കാർ തീരുമാനം പ്രതിഷേധാർഹമാണെന്നും മുൻ രാജകുടുംബം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. പന്തളത്ത് സംഘപരിവാർ സംഘടനകൾ സംഘടിപ്പിക്കുന്ന ശബരിമല സംരക്ഷണ സംഗമത്തിലേക്ക് ക്ഷണിച്ചാലും പോകില്ലെന്ന SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. എനിക്ക് ക്ഷണയില്ല, ഉണ്ടെങ്കിലും ഞാൻ പോവുകയില്ല. ആഗോള തീർത്ഥാടന കേന്ദ്രമായി ശബരിമല മാറ്റാനുള്ള ചർച്ചകൾ ആഗോള സംഗമത്തിൽ ഉണ്ടാകുമെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. പരിപാടിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായും മന്ത്രി. ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ 3000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംഗമം നടത്താനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. ഇപ്പോൾ രജിസ്ട്രേഷൻ വന്നപ്പോൾ 5000-ൽ പേരെ ആയിക്കഴിഞ്ഞിരിക്കുന്നു. 3500 പേർക്ക് ഇരിക്കാനുള്ള പന്തൽ ഇതിനോടകം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. നാളെ ഉച്ചയ്ക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യും. നാളെ പരിപാടിയുടെ വിവരങ്ങൾ വിശദീകരിക്കാൻ മന്ത്രി പമ്പയിൽ മാധ്യമങ്ങളെ കാണും. 12 മണിക്കാണ് വാർത്താ സമ്മേളനം. ആഗോള സംഗമത്തിനുള്ള പ്രധാന വേദിയുടെ നിർമ്മാണം 80% പൂർത്തിയായി. ഉപവേദികളുടെ നിർമ്മാണവും അതിവേഗം പുരോഗമിക്കുകയാണ്. നാളെ തന്നെ വേദികളുടെ നിർമ്മാണം പൂർത്തിയാക്കി ദേവസ്വം ബോർഡിന് കൈമാറും. നാളെ വൈകുന്നേരത്തോടെ പമ്പയിലെ സുരക്ഷ പോലീസ് വർദ്ധിപ്പിക്കും. 24 പത്തനംതിട്ട. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ജനങ്ങളുമായി സംവദിക്കാൻ പ്രത്യേക പരിപാടിയുമായി സർക്കാർ. മുഖ്യമന്ത്രി എന്നോടൊപ്പം അഥവാ CM വിത്ത് മീ സമഗ്ര സിറ്റിസൺ കണക്ട് സെന്റർ എന്നതാണ് പുതിയ പരിപാടി. റിനു ശ്രീധർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. റിനു, ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ്, 2 തെരഞ്ഞെടുപ്പുകൾ അടുത്തടുത്ത് വരുന്നതിൻ്റെ പശ്ചാത്തലത്തിലുള്ള സർക്കാരിൻ്റെ ഒരു പുതിയ നീക്കമാണോ? ജനങ്ങളുമായി കൂടുതൽ സംവദിക്കുക അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുക എന്നതൊക്കെയാണോ ഈ പരിപാടിയുടെ ലക്ഷ്യം? നേരത്തെ നവകേരള യാത്ര നടത്തിയതിന് തുല്യമായ നീക്കങ്ങളാണോ? ഇതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാണോ? തീർച്ചയായും വിജയകുമാർ, മന്ത്രിസഭാ യോഗ തീരുമാനത്തിലാണ് ഒരു അറിയിപ്പിലാണ് ഇക്കാര്യം സർക്കാർ പൊതുജനങ്ങളോട് അറിയിച്ചിരിക്കുന്നത്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഈ CM വിത്ത് മീ എന്ന് പറയുന്ന ഒരു സമഗ്ര പോർട്ടൽ സംവിധാനം, അതിനൊരു അംഗീകാരം നൽകിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. സർക്കാർ തന്നെ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു. നേരത്തെ തന്നെ ജനങ്ങളുമായി നേരിട്ട് ഇടപഴകുന്നതിന് വേണ്ടി, എല്ലാ ജനകീയ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി, സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരു ഇടപെടൽ നടത്തുന്നു. അതിനുവേണ്ടിയാണ് ഈ ഒരു CM വിത്ത് മീ എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഇന്നത്തെ മന്ത്രിസഭാ യോഗം അതിനൊരു പച്ചക്കൊടി കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉന്നത IAS IPS ഉദ്യോഗസ്ഥർക്കായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചുമതല നൽകുന്നത്. PRDക്ക് 20 കോടി രൂപ ഇത് നൽകുന്നതിന് വേണ്ടിയും അനുമതി നൽകുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ അനുവദിക്കുന്നതിന് വേണ്ടിയും സർക്കാർ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും വികസന ക്ഷേമ പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഈ സംവിധാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെള്ളയമ്പലത്താണ് ഇതിന്റെ ഓഫീസ് ആരംഭിക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വിജയകുമാർ. യെസ്, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. അമീബിക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയ ചർച്ചയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. ഒന്നാമതെന്ന് പറയുന്ന കേരളത്തിന്റെ ആരോഗ്യമേഖല വെന്റിലേറ്ററിലാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. പൊതുജനാരോഗ്യ മേഖലയെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ താല്പര്യം എന്ത് എന്നായിരുന്നു ഭരണപക്ഷത്തിന്റെ പ്രതിരോധം.
തുടർച്ചയായ രണ്ടാം ദിവസമാണ് നിയമസഭയിൽ അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരം പടരുന്നതായിരുന്നു ഇന്നത്തെ വിഷയം. പകർച്ചവ്യാധി അല്ലാതിരുന്നിട്ടും രോഗം പടരുന്നതിന്റെ കാരണമെന്താണെന്ന് പോലും ആരോഗ്യവകുപ്പിന് വ്യക്തതയില്ലെന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം. അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി തന്റെ കാലത്തെല്ലാം ഭദ്രമാണ്, വല്ല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അതിന് കാരണം കഴിഞ്ഞ കാലങ്ങളിലുള്ളവരാണ് എന്ന് പറയുന്നതല്ലല്ലോ ഒരു മന്ത്രിയുടെയും ഡിപ്പാർട്ട്മെന്റിന്റെയും ഉത്തരവാദിത്വം. വിഷയത്തിലേക്ക് വരാതെ കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖല കൈവരിച്ച നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഭരണപക്ഷ MLA-മാരുടെ പ്രതിരോധം. ഈ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ വേട്ടയാടിയിട്ട് കേരളത്തിലെ ആരോഗ്യ രംഗത്തെയും ഈ ഗവൺമെന്റിനെയും ക്ഷീണിപ്പിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങ് അറ്റത്ത് വെച്ചിട്ട് വന്നാൽ മതി. അതൊന്നും ഇവിടെ ചെലവാകാൻ പോകുന്നില്ല എന്ന് തന്നെ പറയാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പഴയ കണക്ക് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ ആരോഗ്യ കേരളത്തെ വെന്റിലേറ്ററിൽ നിന്ന് രക്ഷിക്കേണ്ടതെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ മറുചോദ്യം. നമ്മളിതെല്ലാം ഒന്നാമതാണ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത് സ്റ്റാഗ്നന്റ് ആണ്. ലോകത്തുള്ള എല്ലാ രോഗങ്ങളും ഇന്ന് കേരളത്തിലുണ്ട്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് വളരെ കൂടുതലായി വർദ്ധിക്കുന്നുണ്ട്. രാജ്യത്തെ മസ്തിഷ്കജ്വര മരണങ്ങളിൽ 70% കാരണം കണ്ടെത്താറില്ലെന്ന് ചൂണ്ടിക്കാണിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് സംസ്ഥാനത്ത് ഫലപ്രദമായ പ്രതിരോധ നടപടികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും വിശദീകരിച്ചു. മരണനിരക്ക് ആഗോള ശരാശരിയായ 60% നിന്ന് 24% കുറയ്ക്കാൻ സാധിച്ചുവെന്നും മന്ത്രി അവകാശപ്പെട്ടു. 2016 സർ ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ കേസ് കണ്ടെത്തുന്നത് 2016 എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് സർ. അതിനുശേഷം ഓരോ വർഷങ്ങളിലായിട്ട് 1 കേസ് 2 കേസ് എന്നുള്ള നിലയിലൊക്കെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. മസ്തിഷ്ക ജ്വരങ്ങൾ ഉണ്ടാകുമ്പോൾ അന്നു മുതൽ ഇത് റിപ്പോർട്ട് ചെയ്യണമെന്നും ഇതിന്റെ കാരണം എന്താണ് എന്നുള്ളത് കണ്ടെത്തണമെന്നുള്ള കർശനമായിട്ടുള്ള ഒരു വ്യവസ്ഥ മുന്നോട്ട് വെച്ചു. തദ്ദേശ സ്ഥാപനങ്ങളെ ഏകോപിപ്പിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങളില്ലെന്ന N. ഷംസുദ്ദീന്റെ വിമർശനത്തിന് മറുപടി പറഞ്ഞ മന്ത്രി വീണ ജോർജ് ഇതൊന്നും അറിയാൻ MLA മണ്ഡലത്തിലില്ലേ എന്ന് ചോദിച്ചു. ഇതോടെ പ്രകോപിതരായ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. ഷംസുദ്ദീനിൽ നിന്നുണ്ടായ പരാമർശം മര്യാദകെട്ടതാണെന്ന് ഭരണപക്ഷം ആരോപിച്ചു. ബഹളത്തിനൊടുവിൽ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച ശേഷമാണ് മന്ത്രി മറുപടി പൂർത്തിയാക്കിയത്. 24 തിരുവനന്തപുരം. ശിവഗിരി മുത്തങ്ങ പോലീസ് അതിക്രമങ്ങളിൽ പഴി തനിക്ക് മാത്രമെന്നും തനിക്ക് വേണ്ടി മറുപടി പറയാൻ ആരുമില്ലെന്നും AK ആന്റണി. ശിവഗിരി വെടിവെപ്പിന്റെയും മുത്തങ്ങ മാറാട് സംഭവങ്ങളുടെയും അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് AK ആന്റണി ആവശ്യപ്പെട്ടു. അന്നുണ്ടായ സംഭവങ്ങളിൽ ആന്റണി വിശദീകരണവും നൽകി. പോലീസ് അതിക്രമങ്ങളിൽ ഇന്നലെ നിയമസഭയിൽ നടന്ന ചർച്ചയിൽ ഭരണപക്ഷം പ്രതിപാദിച്ചത് AK ആന്റണി സർക്കാരിന്റെ കാലത്തെ സംഭവങ്ങളാണ്. പ്രതിപക്ഷത്തിന് മതിയായ പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയാതെ വന്നതോടെയാണ് 85-കാരനായ AK ആന്റണിക്ക് നേരിട്ടിറങ്ങേണ്ടി വന്നത്. 21 വർഷം മുൻപ് കേരള രാഷ്ട്രീയം വിട്ടിട്ടും ഇപ്പോഴും തന്നെ വേട്ടയാടുന്നുവെന്ന് AK ആന്റണിയുടെ പരാതി. ശിവഗിരിയിൽ പോലീസ് നടപടി ഒഴിവാക്കാൻ പരമാവധി ശ്രമിച്ചുവെന്നും നടപ്പിലാക്കിയത് കോടതി ഉത്തരവെന്നും AK ആന്റണി. അധികാര കൈമാറ്റം നടത്താൻ തടസ്സനിൽക്കുന്നവരെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ഹൈക്കോടതി നിർദ്ദേശിച്ച പോലെ അവിടെ 95 ഒക്ടോബറിൽ സ്വാമി പ്രകാശാനന്ദ നയിക്കുന്ന വിഭാഗത്തിന് ഭരണമേൽപ്പിച്ചു. അതാണ് ശിവഗിരിയിലുണ്ടായ സംഭവം. അല്ല ഒരു ദിവസം നാടകീയമായിട്ടുണ്ടായതല്ല, ഗവൺമെൻറ് ഉണ്ടാക്കിയതല്ല. മുത്തങ്ങയിൽ വന്യമൃഗ സങ്കേതത്തിൽ കയറി കുടിൽ കെട്ടിയ ആദിവാസികളെ ഇറക്കിവിട്ടെങ്കിൽ അതിന് കാരണമുണ്ട്. താൻ ചെയ്തത് തെറ്റെന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും ഗവൺമെന്റ് പിന്നീട് അവിടെ ആദിവാസികളെ താമസിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നും AK ആന്റണിയുടെ ചോദ്യം. ഞാൻ 2004 കേരള മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചല്ലോ. 21 വർഷമായല്ലോ. ഈ 21 വർഷത്തിനിടയിൽ ഏതെങ്കിലും ഗവൺമെൻറ് മുത്തങ്ങയിൽ എൻ്റെ ഗവൺമെൻറ് ആദിവാസികളെ ഇറക്കിയത് തെറ്റാണെങ്കിൽ എന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും ഗവൺമെൻറ് അവിടെ വീണ്ടും ആദിവാസികളെ താമസിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ശിവഗിരി മുത്തങ്ങ മാറാട് സംഭവങ്ങളിൽ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടു. ഇത് തന്റെ അവസാന വാർത്താ സമ്മേളനമല്ല, ഇപ്പോൾ ആക്റ്റീവല്ല, റിട്ടയർഡുമല്ലെന്നും AK ആന്റണി വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പല അപ്രിയ സത്യങ്ങളും തുറന്നു പറയുമെന്നും AK ആന്റണി പറഞ്ഞു. 24 തിരുവനന്തപുരം. അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരിഹാസവുമായി ഭരണപക്ഷം. നിയമസഭാ കവാടത്തിന് മുന്നിൽ മെത്ത വിരിച്ചു കിടക്കുന്ന 2 പേർ സമരം നടത്തേണ്ടത് പാലക്കാട്ട് ആണ് എന്നായിരുന്നു കോങ്ങാട് MLA K. ശാന്തകുമാരിയുടെ പരാമർശം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി സഭയിലെത്തരുതെന്ന് K. മുരളീധരൻ 24-നോട് പറഞ്ഞു. രാഹുലിനൊപ്പം നിയമസഭയിലേക്ക് വന്ന യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിനെ കാണാൻ പ്രതിപക്ഷ നേതാവ് കൂട്ടാക്കിയില്ല.
അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടയിലാണ് ലൈംഗിക പീഡന ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഭരണപക്ഷത്ത് നിന്ന് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പരാമർശങ്ങളുണ്ടായത്. ശിശുഹത്യയിൽ ഒരു പാപബോധവും തോന്നാത്തവർക്കൊപ്പം ഇരിക്കുന്നവർക്ക് ഒരു സ്ത്രീയായ മന്ത്രിയെ അധിക്ഷേപിക്കുന്നതിൽ ആനന്ദം തോന്നും എന്നതിൽ ഞങ്ങൾക്ക് അത്ഭുതമില്ല. അതുവരെ പൊതിഞ്ഞു പറഞ്ഞിരുന്ന കാര്യം അല്പം കൂടി വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു കോങ്ങാട് MLA കെ ശാന്തകുമാരിയുടെ ഇടപെടൽ. സഭാ കവാടത്തിന് മുമ്പിൽ രണ്ട് സൈഡും നല്ല മെത്ത വിരിച്ച് രണ്ടുപേർ കിടപ്പുണ്ട്. എനിക്ക് അവരോട് പറയാമല്ലോ, നിങ്ങൾ നേരെ ആദ്യം പാലക്കാട് പോയി സമരം ചെയ്യണം. ഇവിടെ അല്ല സമരം ചെയ്യണം, പാലക്കാടാ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി നിയമസഭയിലെത്താൻ പാടില്ലെന്ന പരാമർശം ഇന്ന് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും ഉണ്ടായി. അദ്ദേഹം ഇനി സഭയിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അദ്ദേഹം പിണറായി സർക്കാരിൻ്റെ ഒരുപാട് മർദ്ദനങ്ങളേറ്റ ആളാണല്ലോ. അങ്ങനെ ഒരു വ്യക്തി തന്നെ പിണറായി സർക്കാരിൻ്റെ ഒരു ഐശ്വര്യമായിട്ട് മാറുന്നത്. കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണ കവചമൊരുക്കി നിയമസഭയിലേക്ക് എത്തിച്ച യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിനോടുള്ള അമർഷം പ്രതിപക്ഷ നേതാവ് പരസ്യമായി പ്രകടിപ്പിച്ചു. നിയമസഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലെത്തിയ ഷജീറിനെ കാണാൻ VD സതീശൻ കൂട്ടാക്കിയില്ല. മുറിയിലെത്തി കാണാൻ ശ്രമിച്ച ഷജീറിനെ പൂർണ്ണമായി അവഗണിച്ച സതീശൻ മുഖം കൊടുക്കാൻ പോലും തയ്യാറായില്ല. പിന്നാലെ ചെന്ന് കാണാൻ ശ്രമിച്ചപ്പോഴും ഇതുതന്നെയായിരുന്നു സ്ഥിതി. 24 തിരുവനന്തപുരം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്ക് സംവാദം വീണ്ടും വിവാദത്തിൽ. കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട വയോധികയുടെ ചോദ്യത്തെ സുരേഷ് ഗോപി പരിഹസിച്ചു. തന്റെ നെഞ്ചത്ത് കയറാതെ മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കൂ എന്നായിരുന്നു മറുപടി. അതേസമയം 14 ജില്ലകളിലും കലുങ്ക് സൗഹൃദ സദസ്സ് നടത്തുമെന്നും വേലായുധന് വീട് കിട്ടിയതിൽ സന്തോഷമുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തൃശൂർ ജില്ലയിലെ കലുങ്ക് സൗഹൃദ സദസ്സിലായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. തനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ പറയൂ, ചെയ്യാൻ കഴിയാത്തത് പറ്റില്ലെന്ന് ഇനിയും പറയും. പറ്റാവുന്നത് പറ്റും, നോക്കട്ടെ എന്ന് പറയും, അത് പറ്റും. പറ്റില്ല എന്നുള്ളത് ഇളിച്ച് കാണിച്ച് പറഞ്ഞ് കാത്തിരിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല, നടക്കില്ല എന്ന് കൃത്യമായിട്ട് പറയും. സിനിമയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്നാണ് മറ്റൊരാരോപണം. സിനിമയിൽ നിന്നിറങ്ങാൻ സൗകര്യമില്ലെന്നും സുരേഷ് ഗോപി. ഇയാള് സിനിമയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, അതാണ് വേറൊരു. എന്തിന് സിനിമയിൽ നിന്ന് ഇറങ്ങണം? സിനിമയിൽ ജനങ്ങൾ കൈയടിച്ച് ആ പടം 100 ദിവസമൊക്കെ അന്ന് ഓടിയിട്ടുണ്ടെങ്കിൽ, അങ്ങനത്തെ സിനിമകൾ ഓടിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യം അതാണ്. സിനിമയിൽ നിന്ന് ഇറങ്ങാൻ സൗകര്യമില്ല. അതേസമയം കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട വയോധികയുടെ ചോദ്യത്തെ പരിഹസിച്ചതാണ് പുതിയ വിവാദം. ED പിടിച്ചെടുത്ത് കാശ് വെച്ചിട്ടുണ്ട്, അത് സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത്. നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത് ചേച്ചി അധികം വർത്താനം പറയല്ലേ. സൗഹൃദ സദസ്സിൽ സുരേഷ് ഗോപിയോടൊപ്പം DCC അംഗവും പങ്കെടുത്തു. തൃശൂർ DCC അംഗം പ്രൊഫസർ CG ചെന്താമരാക്ഷനാണ് ഇരിങ്ങാലക്കുടയിലെ വേദിയിലെത്തിയത്. 24 തൃശൂർ. 75ാം ജന്മദിനത്തിൽ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ ജന്മദിനം ആഘോഷമാക്കിയ BJP രാജ്യത്തുടനീളം രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. അതേസമയം പ്രധാനമന്ത്രിയുടെ പിറന്നാൾ ദിനം യൂത്ത് കോൺഗ്രസ് തൊഴിലില്ലായ്മ ദിനമായി ആചരിച്ചു. ജന്മദിനത്തിൽ മധ്യപ്രദേശിലായിരുന്നു പ്രധാനമന്ത്രി. ദറിൽ നടന്ന പരിപാടിയിൽ സ്വസ്ഥ നാരി, സശക്ത് പരിവാർ, PM മിത്ര പാർക്ക് തുടങ്ങിയ പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഓപ്പറേഷൻ സിന്ദൂറും പ്രധാനമന്ത്രി പരാമർശിച്ചു. आज देश मां भारती की सुरक्षा को सर्वोच्च प्राथमिकता देता है. पाकिस्तान से आए आतंकियों ने हमारी बहनों बेटियों का सिंदूर उजाड़ा था. हमने ऑपरेशन सिंदूर करके आतंकी ठिकानों को उजाड़ दिया है. വിവിധ സംസ്ഥാനങ്ങളിലെ നൃത്ത കലാരൂപങ്ങൾക്കൊപ്പമായിരുന്നു ഡൽഹിയിലെ ആഘോഷം. കർത്തവ്യപഥിൽ നടന്ന രക്തദാന ക്യാമ്പിൽ ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയും മന്ത്രിമാരും രക്തം ദാനം ചെയ്തു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവർ ഡൽഹിയിലെ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രിക്ക് ഡൽഹി പഞ്ചാബ് ട്രസ്റ്റിന്റെയും മലയാളിയുടെയും പേരിൽ जन्मदिन आशंसाएं നേരുന്നു. मोदी जी के जन्मदिन के उपलक्ष्य में ये खुशियों का यानी कि त्योहार है. इंडिया गेट पर आज हम आए हुए हैं. जय मोदी जी, मेरा रंग दे बसंती चोला, मोदी जिंदाबाद. വിവിധ നേതാക്കൾ പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. അതേസമയം പ്രധാനമന്ത്രിയുടെ പിറന്നാൾ ദിനം യൂത്ത് കോൺഗ്രസ് തൊഴിലില്ലായ്മ ദിനമായി ആചരിച്ചു. കറുത്ത ബലൂണുകളും വസ്ത്രങ്ങളും ധരിച്ചായിരുന്നു ഡൽഹിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. വൈവിധ്യമാർന്ന സാമൂഹിക സേവന പദ്ധതികളിലൂടെയാണ്
ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളും പ്രധാനമന്ത്രിയുടെ 75ാം പിറന്നാൾ ആഘോഷമാക്കിയത്. ഡൽഹിയിലെ കർത്തവ്യപഥിൽ നിന്നും ക്യാമറാമാൻ ആശിഷ് മട്ടുവിനൊപ്പം വിനീത വിജി 24. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായി നടൻ ഉണ്ണി മുകുന്ദൻ വേഷമിടുന്ന സിനിമ പ്രഖ്യാപിച്ചു. നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിലാണ് മാ വന്ദേ എന്ന സിനിമ പ്രഖ്യാപിച്ചത്. സിൽവർ കാസ്റ്റ് ക്രിയേഷൻസിന്റെ ബാനറിൽ വീർ റെഡ്ഡി നിർമ്മിക്കുന്ന ചിത്രം ക്രാന്തികുമാറാണ് സംവിധാനം ചെയ്യുന്നത്. പാൻ ഇന്ത്യൻ റിലീസ് ചെയ്യാൻ പദ്ധതിയിടുന്ന ചിത്രം നരേന്ദ്രമോദിയുടെ കുട്ടിക്കാലം മുതൽ പ്രധാനമന്ത്രി പദം വരെയുള്ള യാത്രയാണ് പറയുന്നത്. ഗസയിൽ ഇസ്രായേലിന്റെ കരയാക്രമണവും വ്യോമാക്രമണവും തുടരുന്നു. ആക്രമണത്തിൽ ഇന്ന് മാത്രം 33 പേർ കൊല്ലപ്പെട്ടു. പലായനം ചെയ്യുന്നവർക്കായി ഇസ്രായേൽ താൽക്കാലിക പാത തുറന്നു. അതേസമയം ഗസയിലെ ആശുപത്രികളിലേക്ക് ഇന്ധനം എത്തിക്കാനുള്ള ലോകാരോഗ്യ സംഘടനയുടെ നീക്കം ഇസ്രായേൽ തടഞ്ഞു. ഗസയിൽ കര ആക്രമണം ശക്തിപ്പെടുത്തുകയാണ് ഇസ്രായേൽ. 150 രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു. നെഗേവ് മരുഭൂമി പ്രദേശത്തെ അൽസിർ ഗ്രാമത്തിലെ 40 വീടുകൾ ഇസ്രായേൽ തകർത്തു. പലയിടത്തും സൈന്യവും പ്രദേശവാസികളും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നു. പ്രതിഷേധിച്ചവർക്ക് നേരെ ഇസ്രായേൽ സൈന്യം പുക ബോംബുകൾ എറിഞ്ഞു. അതിനിടെ വടക്കൻ ഗസയിൽ നിന്നും തെക്കൻ ഗസയിലേക്ക് പലായനം ചെയ്യുന്നവർക്കായി ഇസ്രായേൽ താൽക്കാലിക പാത തുറന്നു. സല അൽ ദിൻ തെരുവിലൂടെയുള്ള പാത 48 മണിക്കൂർ നേരത്തേക്കാണ് തുറന്നത്. അൽ റാഷിദ് തീരദേശ പാതയിലൂടെയുള്ള തിക്കിത്തിരക്കിയുള്ള യാത്ര കടുത്ത വിമർശനത്തിനിടയാക്കിയതിനെ തുടർന്നാണ് പുതിയ പാത തുറന്നത്. അധിനിവേശ വെസ്റ്റ് ബാങ്ക് സന്ദർശിക്കാനെത്തിയ ബ്രിട്ടീഷ് എംപിമാരെ ഇസ്രായേൽ തടഞ്ഞതും കടുത്ത വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട്. ഗസയിലെ ആശുപത്രികളിലെ ജനറേറ്ററുകൾക്ക് ആവശ്യമായ ഇന്ധനം എത്തിക്കാനുള്ള ലോകാരോഗ്യ സംഘടനയുടെ നീക്കം ഇസ്രായേൽ തടഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്. ആരോഗ്യ സേവനങ്ങൾ പൂർണ്ണമായും നിശ്ചലമാകാൻ ഇതിടയാക്കുമെന്ന് ഗസ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ ഖത്തർ അമീർ ഷെയ്ഖ് തമീൻ ബിൻ ഹമദ് അൽ താനി ജോർദാൻ സന്ദർശനം നടത്തുകയാണ്. സന്ദർശനം സൈനിക സഹകരണം ഉറപ്പാക്കാനാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇസ്രായേൽ ആക്രമണം ശക്തമാക്കുന്നതിനിടെ ഗസയിലെ ദുരിത കാഴ്ചകൾ കരുതിയില്ല. തൊട്ടടുത്ത് നടക്കുന്ന മരണം പോലും സാധാരണ സംഭവമായി ഉൾക്കൊണ്ടാണ് ആളുകൾ അവിടെ കഴിയുന്നത്. രണ്ടു വർഷമായി തുടരുന്ന യുദ്ധത്തിൽ അങ്ങേയറ്റം നിസ്സഹായരായി മാറിയ ജനത. തൊട്ടടുത്ത് സംഭവിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മരണം പോലും അവരിൽ ഞെട്ടലുണ്ടാക്കുന്നില്ല. അത്രത്തോളം നിസ്സംഗരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അവർ. ദുരിതത്തിന്റെ നേർക്കാഴ്ചയാണ് തെക്കൻ ഗസയിലെ അൽ മവാസിയിൽ മാസങ്ങളായി ആതുര സേവനം നടത്തുന്ന മലയാളി ഡോക്ടർ എസ് സന്തോഷ് കുമാറിന് പറയാനുള്ളത്. ഇവിടെ മരണത്തെ സാധാരണ ഒരു സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സാധാരണ ജീവിതത്തിലെ ഒരു സാധാരണ സംഭവമായിട്ട് മരണം മാറിയിരിക്കണം. ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ രക്ഷാദൗത്യത്തിലേർപ്പെടുന്നവർ ക്രൂരമായി കൊല്ലപ്പെടുന്നു. ഒപ്പം പകർച്ചവ്യാധിയും കൊടും പട്ടിണിയും കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ മരണത്തിന് കാരണമാകുന്നു. എവിടെയെങ്കിലും പോയി ജീവൻ രക്ഷിക്കണമെന്നതിനപ്പുറത്തേക്ക് ഗസയിലെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം റെസിസ്റ്റൻസ് ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ഥലത്തൊക്കെ വലിയ വലിയ കലാപമാണ് ഉണ്ടാവുന്നത്. കിരാതമായ രീതിയിലാണ് ഇത് നടക്കുന്നത്. നിലവിലെ സഹായങ്ങളും ഭക്ഷണ വിതരണവും ഒന്നിനും തികയുന്നില്ല. നിർബന്ധിത പലായനത്തിന് വിധേയരായവർ എങ്ങോട്ടെന്നില്ലാതെ അലയുകയാണ്. ഇവിടെ വളരെ ഗുരുതരമാണ് സിറ്റുവേഷൻ. ഇവിടെ നിന്നുള്ള ആൾക്കാർ കൂട്ടത്തോടെ പലായനം ചെയ്യുകയാണ്. പലായനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഫോഴ്സ്ഡ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. 20 കിലോമീറ്റർ സഞ്ചരിക്കാൻ $40. 1 കിലോ പഞ്ചസാരയ്ക്ക് $100. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ വീണ ഗസയിലെ ജനങ്ങളുടെ അവസ്ഥ ഇതാണ്. ന്യൂസ് ഡെസ്ക് 24. ഇടുക്കി അടിമാലിയിൽ റിസോർട്ട് നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ് 2 തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. അടിമാലി സ്വദേശി രാജീവൻ, ബൈസൺവാലി സ്വദേശി ബെന്നി എന്നിവരാണ് മരിച്ചത്. അനധികൃതമെന്ന് കണ്ടെത്തി റവന്യൂ വകുപ്പ് സീൽ ചെയ്ത കെട്ടിടത്തിലാണ് അപകടമുണ്ടായത്. അടിമാലിക്ക് സമീപം ചിത്തിരപുരത്താണ് അപകടം. റിസോർട്ടിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനായി മണ്ണെടുക്കവേ മറുവശത്തെ തിട്ട് ഇടിഞ്ഞു വീഴുകയായിരുന്നു. 1 മണിക്കൂറിലേറെ തൊഴിലാളികൾ മണ്ണിനടിയിൽപ്പെട്ടു. അനധികൃത നിർമ്മാണമെന്ന് കണ്ടെത്തി മൂന്നാർ സ്പെഷ്യൽ തഹസിൽദാർ റിസോർട്ടിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. വില്ലേജ് ഓഫീസർ പൂട്ടി സീൽ വെച്ച കെട്ടിടത്തിൽ അനുമതി ലംഘിച്ച് നിർമ്മാണം പുരോഗമിക്കവെയാണ് അപകടമുണ്ടായത്. നിർമ്മാണത്തിനെതിരെ മൂന്നാർ സ്പെഷ്യൽ തഹസിൽദാർ നിരോധന ഉത്തരവ് കൊടുത്തിട്ടുള്ളതായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസർ പൂട്ടി അത് താക്കോലേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഉത്തരവ് പാലിക്കാതെ തന്നെ വീണ്ടും പ്രവർത്തനം തുടങ്ങിയതിന്റെ ഫലമായിട്ടാണ് മണ്ണിടിച്ചിലുണ്ടായതും. കെട്ടിടത്തിന്റെ ഉടമയായ എറണാകുളം കുമ്പളങ്ങി സ്വദേശി ഷെറിനെതിരെ നടപടി സ്വീകരിക്കും. കെട്ടിടത്തിലേക്കുള്ള ഇടുങ്ങിയ പാതയും കനത്ത മഴയും രക്ഷാപ്രവർത്തനം വൈകാൻ കാരണമായി. അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് കൈമാറും.
24 ഇടുക്കി. ക്രിമിനൽ കേസുകളിൽ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്താൻ കേരള സർവകലാശാല. ബിരുദ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് സത്യവാങ്മൂലം നൽകണം. സത്യവാങ്മൂലം ലംഘിച്ചാൽ പ്രവേശനം റദ്ദാക്കാൻ പ്രിൻസിപ്പലിന് അധികാരം നൽകാനും VC മോഹനൻ കുന്നുമ്പലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സിൻഡിക്കേറ്റ് ഉപസമിതി തീരുമാനിച്ചു. ക്രിമിനൽ കേസുകളിൽ പ്രതികളായാൽ ഇനി കേരള സർവകലാശാലയിൽ പഠിക്കാനാകില്ല. പ്രവേശനത്തിന് മുമ്പ് തന്നെ വിദ്യാർത്ഥികൾ കേസുകളില്ല എന്ന് സത്യവാങ്മൂലം നൽകണം. കോളേജുകളിൽ നിന്ന് ഡീബാർ ചെയ്തിട്ടുണ്ടോ, സ്ത്രീകൾക്കെതിരെയുള്ള അക്രമ കേസുകളിലോ ക്രിമിനൽ കേസുകളിലോ ശിക്ഷിക്കപ്പെട്ടവരാണോ, പരീക്ഷാ തിരിമറി നടത്തി ശിക്ഷിക്കപ്പെട്ടവരാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കണം. പ്രവേശനം നേടിയ ശേഷം സത്യവാങ്മൂലം ലംഘിച്ചാൽ വിദ്യാർത്ഥികളുടെ പ്രവേശനം പ്രിൻസിപ്പൽമാർക്ക് റദ്ദാക്കാം. കോളേജ് കൗൺസിലിന് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാം. കേരള സർവകലാശാലയ്ക്ക് കീഴിലുള്ള എല്ലാ കോളേജുകൾക്കും കോഴ്സുകൾക്കും ഈ നിബന്ധന ബാധകമാണ്. VC ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സിൻഡിക്കേറ്റ് ഉപസമിതിയുടേതാണ് തീരുമാനം. യോഗത്തിൽ ഇടതംഗങ്ങൾ തീരുമാനത്തെ എതിർത്തില്ല. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത് ക്രിമിനൽ കേസിൽപ്പെട്ടാലും നിയമം ബാധകമായേക്കും. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരു വിദ്യാർത്ഥിയുടെ പ്രവേശനം തടഞ്ഞതുമായി ബന്ധപ്പെട്ട കേസിൽ കോടതിയിൽ മറുപടി നൽകാനാണ് തീരുമാനമെടുത്തതെന്നാണ് ഇടതംഗങ്ങളുടെ വിശദീകരണം. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടെ യുവതിയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയതിൽ വീഴ്ച സംബന്ധിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർക്ക് ഗുരുതര വീഴ്ചയുണ്ടായെന്ന് ആരോഗ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ സബ്മിഷനാണ് ആരോഗ്യമന്ത്രിയുടെ മറുപടി. തുടർച്ചയായ 2ാം ദിവസമാണ് ചികിത്സാ പിഴവിലെ 24 വാർത്ത നിയമസഭയിൽ ചർച്ചയായത്. ചികിത്സാ പിഴവ് മൂലം ദുരിതമനുഭവിക്കുന്ന യുവതിക്ക് നഷ്ടപരിഹാരം അനുവദിക്കുന്നതിനും തുടർ ചികിത്സ ഉറപ്പാക്കുന്നതിനും ആവശ്യപ്പെട്ട് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഒരു കത്ത് നൽകിയിട്ടുണ്ട്. ഇതിലൊരു അനുകൂലമായ നടപടി സ്വീകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയാ പിഴവ് സംബന്ധിച്ച 24 വാർത്ത വീണ്ടും നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. യുവതിയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവത്തിൽ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് മറ്റു നടപടികളിലേക്ക് കടക്കാമെന്ന് ആരോഗ്യമന്ത്രി മറുപടി നൽകി. ഡോക്ടർക്ക് ഗുരുതര വീഴ്ചയുണ്ടായി എന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രി നടപടിയുണ്ടാകുമെന്ന സൂചനയും നൽകി. അത് ചെയ്ത ഡോക്ടർക്ക് ആ ഭാഗത്ത് നിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതിൽ സമിതി റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൽ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കും. നിയമസഭയിലെ ചോദ്യത്തിനുള്ള മറുപടിയിൽ യുവതിയുടെ പേരുവിവരങ്ങളും രോഗവിവരങ്ങളും വെളിപ്പെടുത്തിയത് സ്വകാര്യതയുടെ ലംഘനമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പരിശോധിക്കാമെന്ന് സ്പീക്കർ AN ഷംസീർ അറിയിച്ചു. ചികിത്സാ പിഴവിൽ വൈകിയെങ്കിലും ആരോഗ്യമന്ത്രി വീഴ്ച സമ്മതിച്ചെന്നും ഡോക്ടർ രാജീവ് കുമാറിനെതിരെ എത്രയും വേഗം നടപടിയുണ്ടാകണമെന്നും യുവതി ആവശ്യപ്പെട്ടു. എന്തായാലും നടപടി എടുക്കണം. എന്തെങ്കിലും ഇനി നിയമപരമായി നമ്മൾ മുന്നോട്ട് പോകും. ഉടനെ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട് ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കുമെന്നാ പറഞ്ഞത്. ഇതുവരെയ്ക്കും അവിടെ ഒന്നും ഒരു അറിയിപ്പ് നമുക്ക് വന്നിട്ടില്ല. 2023 തൈറോയിഡ് ശസ്ത്രക്രിയക്കിടെ യുവതിയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയത്. 24 തിരുവനന്തപുരം. ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും മഴക്കെടുതി തുടരുന്നു. ഉത്തരാഖണ്ഡിൽ മരണം 13ആയി. ഇരു സംസ്ഥാനങ്ങളിലും രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനവും മണ്ണിടിച്ചിലുമാണ് വലിയ നാശം വിതച്ചത്. 8 ഉത്തർപ്രദേശ് സ്വദേശികൾ ഉൾപ്പെടെയുള്ളവർക്കാണ് ഉത്തരാഖണ്ഡിൽ ജീവൻ നഷ്ടമായത്. നിരവധി ആളുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന സേനകൾ സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത്. മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലാണ് ദുരിതത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത്. പാലത്തിലൂടെ സഞ്ചരിച്ച വിനോദസഞ്ചാരികളാണ് അപകടത്തിൽപ്പെട്ടതിലേറെയും. മരിച്ച ഉത്തർപ്രദേശ് സ്വദേശികളുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. 2 ലക്ഷം രൂപ വീതം കുടുംബത്തിന് നൽകുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അറിയിച്ചു. സമാന ദുരിതം തന്നെയാണ് ഹിമാചൽ പ്രദേശും അനുഭവിക്കുന്നത്. ജൂൺ 20 മുതൽ സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 417 പേർ മരിച്ചെന്നാണ് കണക്ക്. കഴിഞ്ഞ 16 ദിവസത്തിനിടെ ഹിമാചലിൽ 45% അധികം മഴ ലഭിച്ചു. മഴ തുടരാനുള്ള സാഹചര്യമുള്ളതിനാൽ 5 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 24 ഡൽഹി. ഛത്തീസ്ഗഡിൽ താൽക്കാലിക വെടിനിർത്തലിന് സന്നദ്ധത അറിയിച്ചു മാവോയിസ്റ്റുകളുടെ കത്ത്. CPI മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റിയുടെ പേരിലാണ് കത്ത്. സായുധ പോരാട്ടം താൽക്കാലികമായി അവസാനിപ്പിക്കാനും ചർച്ചകൾക്ക് തയ്യാറാണ് എന്നുമാണ് കത്തിൽ പറയുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായോ കേന്ദ്രം നിയോഗിക്കുന്നവരുമായോ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കത്തിന്റെ ആധികാരികത പരിശോധിച്ചു വരികയാണെന്ന് ഛത്തീസ്ഗഡ് പോലീസ് അറിയിച്ചു.
തൃശൂർ അതിരൂപതയുടെ സൗമ്യമുഖം വിടവാങ്ങി. ആർച്ച് ബിഷപ്പ് എമിരറ്റസ് മാർ ജേക്കബ് തുങ്കുഴി അന്തരിച്ചു. ഉച്ചയ്ക്ക് ശേഷം നടത്തറ കാച്ചേരി മൈനർ സെമിനാരിയിലായിരുന്നു അന്ത്യം. സംസ്കാരം തിങ്കളാഴ്ച വൈകിട്ട് കോഴിക്കോട്ട് നടക്കും. ചെറുപുഞ്ചിരിയോടെയല്ലാതെ ജേക്കബ് തൂങ്കുഴിയെ ഇന്നോളം കണ്ടിട്ടില്ല. വിടവാങ്ങിയത് വൈദികർക്കിടയിലെ സൗമ്യമുഖം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് നടത്തറ കാച്ചേരിയിലെ മൈനർ സെമിനാരിയിൽ വിശ്രമജീവിതത്തിലായിരുന്നു. ഇന്നുച്ചയ്ക്ക് 2:55 അന്ത്യം. മൃതദേഹം തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് മാറ്റി. മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഞായറാഴ്ച ഉച്ചയ്ക്ക് പൊതുദർശനത്തിന് വയ്ക്കും. തിങ്കളാഴ്ച തൃശൂർ ലൂർദ് പള്ളിയിൽ സംസ്കാര ശുശ്രൂഷകൾ നടക്കും. കോഴിക്കോട് SKD സിസ്റ്റേഴ്സിന്റെ മഠത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിലാണ് സംസ്കാരം. തൃശൂർ അതിരൂപതയ്ക്കുണ്ടായത് തീരാനഷ്ടമെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പ്രതികരിച്ചു. എല്ലാവരോടും സ്നേഹത്തോടെ ജയിച്ച ജീവിതം, നല്ലൊരു ആത്മീയ ആചാര്യൻ, പ്രാർത്ഥനയുടെ മനുഷ്യൻ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ലൊരു മേലധ്യക്ഷൻ. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും ജേക്കബ് തൂങ്കുഴിയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചു. 24 തൃശൂർ. ഏഷ്യാകപ്പിലെ ഹസ്തദാന വിവാദം പുതിയ തലത്തിലേക്ക്. ഇന്ത്യയുടെ പക്ഷം പിടിച്ച മാച്ച് റഫറിയെ മാറ്റിയില്ലെങ്കിൽ കളിക്കില്ലെന്ന പാകിസ്ഥാന്റെ ബഹിഷ്കരണ ഭീഷണിയിൽ മുങ്ങി 1 മണിക്കൂർ വൈകിയാണ് മത്സരം തുടങ്ങിയത്. മാച്ച് റഫറി മാപ്പ് പറഞ്ഞെന്ന് പാക് ക്രിക്കറ്റ് ബോർഡ് അവകാശപ്പെട്ടു. UAEക്കെതിരായ മത്സരത്തിന് 1 മണിക്കൂർ മുമ്പാണ് നാടകീയ സംഭവങ്ങളുടെ തുടക്കം. സ്റ്റേഡിയത്തിലേക്ക് പുറപ്പെടാനായി ടീം ബസ്സിൽ കയറിയ പാകിസ്ഥാൻ താരങ്ങൾ ക്രിക്കറ്റ് ബോർഡിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചതിന് പിന്നാലെ ഹോട്ടൽ റൂമിലേക്ക് തിരികെ പോയി. മാച്ച് റഫറിയെ പാകിസ്ഥാന്റെ മത്സരങ്ങളിൽ നിന്നെങ്കിലും മാറ്റണമെന്ന ആവശ്യവും ICC തള്ളിയതോടെയായിരുന്നു പാക് നടപടി. ഏഷ്യാകപ്പിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറാനും തീരുമാനിച്ചു. എന്നാൽ ലാഹോറിൽ ക്രിക്കറ്റ് ബോർഡിലെ മുൻ അധ്യക്ഷന്മാരുമായി നടത്തിയ അടിയന്തര ചർച്ചയ്ക്ക് പിന്നാലെ PCB ചെയർമാൻ മോസിൻ നഖ്വി തീരുമാനം മാറ്റി. ടീമിനോട് സ്റ്റേഡിയത്തിലേക്ക് തിരിക്കാൻ ആവശ്യപ്പെട്ടെന്ന് മോസിൻ നഖ്വിയുടെ സമൂഹമാധ്യമ പോസ്റ്റ്. പാക് ടീം വൈകാതെ സ്റ്റേഡിയത്തിലെത്തുകയും ഇന്ത്യൻ സമയം 9 മണിക്ക് മത്സരം തുടങ്ങുകയും ചെയ്തു. ആൻഡി പൈക്രോഫ് തന്നെയായിരുന്നു മാച്ച് റഫറി. ഇതിനിടെ മാച്ച് റഫറി മാപ്പ് പറഞ്ഞതിനാലാണ് മത്സരത്തിന് തയ്യാറായതെന്ന് പാക് ക്രിക്കറ്റ് ബോർഡ് അവകാശപ്പെട്ടു. സംഭവത്തിൽ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷണം നടത്താൻ ICC സമ്മതിച്ചെന്നും PCB ഔദ്യോഗിക എക്സ് ഹാൻഡിലൂടെ അറിയിച്ചു. ഇന്ത്യക്കെതിരായ മത്സരത്തിനിടെ സൂര്യകുമാർ യാദവിന് ഹസ്തദാനം നൽകുന്നതിൽ നിന്ന് മാച്ച് റഫറി പാക് നായകനെ വിലക്കിയെന്നാണ് PCBയുടെ ആരോപണം. പൈക്രോഫ്റ്റിനെ ഏഷ്യാകപ്പിൽ നിന്ന് മാറ്റണമെന്ന് ICCക്ക് പരാതിയും നൽകി. എന്നാൽ പൈക്രോഫ്റ്റിന് വീഴ്ച സംഭവിച്ചില്ലെന്ന് വിലയിരുത്തി ICC പരാതി തള്ളിയിരുന്നു. സ്പോർട്സ് ഡെസ്ക് 24. സ്ത്രീധനത്തിന്റെ പേരിൽ കൊല്ലത്ത് ഗർഭിണിയായ യുവതിക്ക് ഭർത്തൃവീട്ടുകാരുടെ ക്രൂരമർദ്ദനം. മുഖത്തും ശരീരത്തും പരിക്കേറ്റ യുവതിയെ ഓച്ചിറയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ സൈനികനായ ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ പോലീസ് കേസെടുത്തു. 2025 മാർച്ചിലാണ് അക്ഷയയുടെ വിവാഹം കഴിയുന്നത്. 11 ലക്ഷം രൂപയും 28 പവനും നൽകിയായിരുന്നു വിവാഹം. സ്ത്രീധനം കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് വിവാഹത്തിന്റെ 3-ാം നാൾ മുതൽ മർദ്ദനം തുടങ്ങിയെന്ന് അക്ഷയ. ഞാൻ ഒഴിഞ്ഞു പോവില്ല എന്ന് അവർക്കറിയാം. അപ്പൊ ദേഹോപദ്രവം ചെയ്താലേ ഒഴിഞ്ഞു പോകുന്നു മനസ്സിലായിക്കൊണ്ടാണ് അവരെന്നോട് ഇത് ചെയ്തത്. ഗർഭാലസിപ്പിക്കാൻ ഭർത്താവ് വയറ്റിൽ ചവിട്ടി. മർദ്ദനം ഭർത്തൃപിതാവിന്റെയും ഭർത്തൃമാതാവിന്റെയും നിർദ്ദേശപ്രകാരമെന്നും അക്ഷയയുടെ മാതാവിന്റെ പ്രതികരണം ഇങ്ങനെ: നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും തരാൻ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ എന്തുണ്ട് അതിപ്പോ തരും. പക്ഷെ അവർ പറഞ്ഞു ഞങ്ങൾ ഇതൊന്നും ഉദ്ദേശിച്ചല്ല വന്നത്, അങ്ങനെ വക ഉദ്ദേശിച്ച് വന്നായിരുന്നുവെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വരത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അക്ഷയയുടെ പരാതിയിൽ ഓച്ചിറ പോലീസ് അന്വേഷണം ആരംഭിച്ചു. എന്നാൽ അക്ഷയയാണ് തങ്ങളെ ആക്രമിച്ചതെന്നാണ് ഭർത്താവ് അഭിമന്യുവിന്റെ പ്രതികരണം. ഓണത്തിന്റെ അന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് വീട്ടിൽ 7-ാം തീയതി വന്ന എൻ്റെ അമ്മയെ ഈ പറയുന്ന 11-ാം തീയതി നെഞ്ചത്തടിക്കുന്ന കണ്ടുകൊണ്ട് ഓടി വന്ന് എൻ്റെ അമ്മാമ്മയെ ചവിട്ടി ഓടിച്ച് ഇപ്പം സ്വകാര്യ ആശുപത്രിയിലാണ്. 3 ഒടിവാണുള്ളത്. മുത്തശ്ശിയെ അക്ഷയ മർദ്ദിച്ചുവെന്ന് കാട്ടി അഭിമന്യുവും പോലീസിൽ പരാതി നൽകി. 24 കൊല്ലം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന വാർത്ത, രാഹുൽ ഗാന്ധിയുടെ നേരത്തെ രാഹുൽ ഗാന്ധി ഒരു ഹൈഡ്രജൻ ബോംബ് കൈവശമുണ്ട്, അതുടൻ പൊട്ടിക്കും എന്ന് പറഞ്ഞിരുന്നു. അത് നാളെ അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം വിളിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം രാവിലെ 10 മണിക്കാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും എന്നതാണ് സൂചന. അപ്പോൾ ആ ഹൈഡ്രജൻ ബോംബ് എന്താണ് എന്ന് നാളെ അറിയാം. വാർത്താ സമ്മേളനം രാവിലെ 10 മണിക്കാണ് വിളിച്ചിരിക്കുന്നത്. വിനീത VG വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. വിനീത, നേരത്തെ വോട്ട് ചോരി ആരോപണം അത് അന്തരീക്ഷത്തിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതിന് തൊട്ടു പിന്നാലെയാണ്
ഹൈഡ്രജൻ ബോംബ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് അതാണോ നാളത്തെ വാർത്താ സമ്മേളനത്തിന്റെ ഉള്ളടക്കം? അത് പൊട്ടും നാളെ എന്ന് കരുതാം അല്ലേ? തീർച്ചയായും വിജയകുമാർ, അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള കൂടുതൽ തെളിവുകൾ ഒരുപക്ഷെ നാളെ രാഹുൽ ഗാന്ധി പുറത്തുവിടാനുള്ള ഒരു സാധ്യതയുണ്ട്. വിജയകുമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബീഹാർ വോട്ടർ അധികാര യാത്രയുമായി ബന്ധപ്പെട്ട് അതിന്റെ സമാപന ദിവസമാണ് തന്റെ പക്കലൊരു ഹൈഡ്രജൻ ബോംബ് ഉണ്ട് എന്നും അത് താൻ ഉടനെ അത് പൊട്ടിക്കുമെന്നും രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. BJP കരുതിയിരുന്നോളൂ എന്നൊരു മുന്നറിയിപ്പും അന്ന് രാഹുൽ ഗാന്ധി നടത്തിയിട്ടുണ്ടായിരുന്നു. BJPക്കൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആ ഹൈഡ്രജൻ ബോംബ് പൊട്ടുമ്പോൾ അതിനെ നേരിടാൻ തയ്യാറായിക്കോളൂ എന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ കോൺഗ്രസ് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ്. നാളെ രാവിലെ 10 മണിക്കാണ് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം ഉണ്ടാവുക. നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും ഒപ്പം തന്നെ BJPക്കെതിരെയും ഒക്കെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പൊട്ടിച്ചത് അതൊരു ആറ്റം ബോംബായിരുന്നുവെന്ന് ആണ് രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. തന്റെ പക്കലൊരു ആറ്റം ബോംബ് ഉണ്ട്, അത് താൻ പൊട്ടിക്കുമെന്ന് രാഹുൽ ഗാന്ധി ആദ്യം പറഞ്ഞിരുന്നു. പിന്നാലെയാണ് മഹാരാഷ്ട്രയിലടക്കമുള്ള കർണാടകയിലടക്കമുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്രമക്കേടുകൾ അത് സാധൂകരിക്കുന്നതിനുള്ള തെളിവുകളൊക്കെ തന്നെ രാഹുൽ ഗാന്ധി പുറത്തുവിടുകയും BJPയെയും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഒക്കെ ആ തെളിവുകൾ അത് വലിയ രീതിയിലേക്ക് പ്രതിരോധത്തിലേക്കൊക്കെ ആക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം നൽകണമെന്നൊക്കെയുള്ള കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ നൽകട്ടെ എന്നൊക്കെയാണ് BJPയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ പിന്നാലെയാണ് അദ്ദേഹം പറയുന്നത്, അന്ന് ഞാൻ ആറ്റം ബോംബ് പൊട്ടിച്ചിരുന്നു, ആ ആറ്റം ബോംബ് എന്താണ് എന്ന് നിങ്ങൾക്ക് അന്ന് ഞാനത് പൊട്ടിച്ചപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായല്ലോ, അതിനേക്കാൾ വലിയൊരു ബോംബ് എന്റെ പക്കലുണ്ട്, അതാണ് ആ ഹൈഡ്രജൻ ബോംബ് എന്നായിരുന്നു അന്ന് ബീഹാറിലെ വോട്ടർ അധികാര യാത്രയുടെ സമാപന ദിവസം രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഹൈഡ്രജൻ ബോംബ് തന്നെയാണോ നാളെ അദ്ദേഹം പൊട്ടിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയേണ്ടി വരും. ഏതാണെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ BJPക്കെതിരെയുള്ള കൂടുതൽ തെളിവുകൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പുറത്തുവിട്ടേക്കുമെന്ന് തന്നെയാണ് നമുക്ക് കോൺഗ്രസിൽ നിന്നൊക്കെ ഉള്ള ചില വൃത്തങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഏതാണെങ്കിലും രാവിലെ 10 മണിയോടുകൂടി അദ്ദേഹം കോൺഗ്രസ് ആസ്ഥാനത്ത് മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വിജയകുമാർ. യെസ്, രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക വാർത്താ സമ്മേളനം നാളെ 10 മണിക്കാണ്. ഹൈഡ്രജൻ ബോംബ് കൈവശമുണ്ട് എന്ന് വോട്ടർ അധികാര യാത്രയുടെ സമാപന വേദിയിൽ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരുന്നു. അത് നാളെ പൊട്ടിക്കാനാണോ ഈ വാർത്താ സമ്മേളനം എന്നറിയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPക്കും ഒക്കെ എതിരെ ഗുരുതര ആരോപണങ്ങൾ അടങ്ങിയ എന്തൊക്കെയോ ചില വെളിപ്പെടുത്തലുകൾക്ക് രാഹുൽ ഗാന്ധി തയ്യാറെടുക്കുന്നുവെന്ന് സൂചനകൾ ഉണ്ടായിരുന്നു. അതായിരിക്കാം ഈ വാർത്താ സമ്മേളനത്തിന്റെ ഉള്ളടക്കം എന്നാണ് സൂചനകൾ. നാളെ രാവിലെ 10 മണിക്കാണ് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം. AICC ആസ്ഥാനത്ത് വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത്. ചൊലനായ്ക്കർ വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ നിലമ്പൂർ കഴുളായി ഉൾവനത്തിലെത്തി പ്രിയങ്ക ഗാന്ധി MP. കോൺഗ്രസ് നേതാക്കൾക്കൊപ്പമാണ് പാറക്കെട്ടുകൾക്ക് മുകളിലൂടെ ഉള്ള കിലോമീറ്ററുകളോളം നടന്ന പ്രിയങ്ക ഗാന്ധിയുടെ യാത്ര. സാഹസികമായി കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാണ് പ്രിയങ്ക ഗാന്ധി ഉന്നതിയിലെത്തിയത്. കരുളായി ഉൾവനത്തിലാണ് പ്രാക്തന ഗോത്രവർഗമായ ചോലനായ്ക്കർ താമസിക്കുന്നത്. ചോലനായ്ക്കർ വിഭാഗത്തിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടിയ വിനോദ് തിരഞ്ഞെടുപ്പ് സമയത്ത് ചോലനായ്ക്കർ ഉന്നതിയിൽ വരണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് MP-യുടെ സന്ദർശനം. ഈ ആദിവാസി വിഭാഗം പുഴ കടക്കാൻ ഉപയോഗിച്ചിരുന്ന ചാലിയാറിന് കുറുകെയുള്ള പാലം തകർന്നിരിക്കുകയാണ്. ഇവിടെ പാലം വേണമെന്ന ആവശ്യവും താമസിക്കുന്ന കൂരകൾ ശോചനീയാവസ്ഥയിലാണെന്നുള്ള പ്രശ്നവും ആദിവാസി സമൂഹം പ്രിയങ്ക ഗാന്ധിക്ക് മുന്നിൽ പറഞ്ഞു. അവയെല്ലാം തന്നെ MP കുറിച്ചെടുത്തു. കോൺഗ്രസ് നേതാക്കൾക്ക് പുറമെ DFO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ടായിരുന്നു. ശേഷം നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലും കനോലി പ്ലോട്ടിലും പ്രിയങ്ക ഗാന്ധി സന്ദർശിച്ചു. റെയിൽവേ സ്റ്റേഷന്റെ വികസന കാര്യങ്ങൾ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ നേരിട്ട് പഠിക്കാനാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ 7 നിയമസഭാ മണ്ഡലങ്ങളിലും പ്രിയങ്ക ഗാന്ധി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സന്ദർശനം നടത്തുന്നത്. 24 മലപ്പുറം. കാസർഗോഡ് ഡേറ്റിംഗ് ആപ്പ് വഴി പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഒരാൾ കൂടി പിടിയിലായി. കണ്ണൂർ പയ്യന്നൂർ സ്വദേശി ഗിരീഷിനെയാണ് പിടികൂടിയത്. ഇതോടെ കേസിൽ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം 10ആയി. ഗ്രീൻഡർ ആപ്പ് വഴി ഏജന്റിനെ ഉപയോഗിച്ചാണ് പ്രതികൾ കുട്ടിയെ പീഡിപ്പിച്ചത്. ബേക്കൽ AEO സൈനുദ്ദീൻ, റെയിൽവേ ജീവനക്കാരൻ ചിത്രരാജ്, കാലിക്കടവ് സ്വദേശി സുകേഷ്, വടക്കേക്കൊവ്വൽ സ്വദേശി റഹീസ്, റംസാൻ, VPP കുഞ്ഞഹമ്മദ്, ചന്തേര സ്വദേശി മുഹമ്മദ് അഫ്സൽ, ചീമേനി സ്വദേശി സുജിത്ത്, ബേക്കൽ സ്വദേശി നാരായണൻ, പയ്യന്നൂർ കോറോത്ത് സ്വദേശി ഗിരീഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചന്തേര പോലീസ് പിടികൂടിയ 9 പേരെ കാഞ്ഞങ്ങാട് പോക്സോ കോടതി കഴിഞ്ഞ ദിവസം റിമാൻഡ് ചെയ്തിരുന്നു. ചന്തേരയിൽ നിന്ന് പയ്യന്നൂർ പോലീസിന് കൈമാറിയ കേസിലാണ് ഗിരീഷിനെ അറസ്റ്റ് ചെയ്തത്. പ്രദേശത്തെ അലുമിനിയം ഫാബ്രിക്കേഷൻ തൊഴിലാളിയാണ് ഗിരീഷ്. നിലവിൽ പയ്യന്നൂർ
കോഴിക്കോട് കസബ, എറണാകുളം, എളമക്കര പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചാണ് 5 പ്രതികളെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നത്. തൃക്കരിപ്പൂർ സ്വദേശിയും യൂത്ത് ലീഗ് നേതാവുമായ സിറാജുദ്ദീൻ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചതാണ് അറസ്റ്റ് വൈകാൻ കാരണം. 14 കേസുകളിലായി 16 പേരാണ് പ്രതിപ്പട്ടികയിലുള്ളത്. ഡേറ്റിംഗ് വഴിയുള്ള പ്രകൃതിവിരുദ്ധ പീഡനം നടന്നത് ഏജന്റ് മുഖേനയാണെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. മറ്റു കുട്ടികൾ ഡേറ്റിംഗ് ആപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. പർട്ടിക്കുലർ ഡേറ്റിംഗ് ആപ്പ് സംബന്ധിച്ചിടത്തോളം ഇതിലൊരു സെൽഫ് ഡിക്ലറേഷനാണ് വരുന്നത്. സോ ഇതൊരു ലൂപ്പ് ഹോളാണ്. ചില ആപ്സ് ഉണ്ട് വേർ വെരി സ്ട്രിക്ട്ലി 18+ ഉള്ള ആൾക്കാർ മാത്രം വിത്ത് KYC എടുക്കുന്ന ആപ്സ് ഒക്കെ ഉണ്ട്. വിക്ടിം സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അതുപോലെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിനിടെ കേസിൽ റിമാൻഡിലായ ബേക്കൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് ABVP ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ ഓഫീസ് ഉപരോധിച്ചു. 24 കാസർഗോഡ്. മലപ്പുറം എടവണ്ണയിലെ വീട്ടിൽ നിന്നും ആയുധശേഖരം പിടികൂടിയ സംഭവത്തിൽ തോക്കുകൾ ബാലസ്റ്റിക് പരിശോധനയ്ക്ക് അയക്കും. തോക്കുകൾ ഉപയോഗിച്ചതിന്റെയും തിരകളുടെയും വിവരങ്ങൾ ശേഖരിക്കുകയാണ് ലക്ഷ്യം. പ്രതി ഉണ്ണിക്കമ്മദിനെ പോലീസ് 2 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങി. ഇയാളുടെ വീട്ടിൽ നിന്നാണ് 3 റൈഫിളുകളും 200ഓളം വെടിയുണ്ടകളും കണ്ടെത്തിയത്. എടവണ്ണയിലെ വീട്ടിലാണ് 67 വയസ്സുള്ള ഉണ്ണിക്കമ്മദ് തോക്കുകളും വെടിയുണ്ടകളും സൂക്ഷിച്ചിരുന്നത്. വിൽപ്പനയും ഉണ്ടായിരുന്നു. 2 തോക്കുകളും 100 തിരകളും കൈവശം വയ്ക്കുന്നതിനുള്ള ലൈസൻസ് ഇയാൾക്കുണ്ട്. ഇതിന്റെ മറവിൽ അനധികൃതമായി സൂക്ഷിച്ച തോക്കുകളും വെടിയുണ്ടകളുമാണ് പോലീസ് കണ്ടെത്തിയത്. 3 റൈഫിളുകൾ, 200-ലധികം വിവിധ തോക്കുകളിൽ ഉപയോഗിക്കുന്ന വെടിയുണ്ടകൾ, 20 എയർ ഗണ്ണുകൾ, 40 പെല്ലറ്റ് ബോക്സ് എന്നിവ പിടിച്ചെടുത്തു. തോക്കുകൾ എത്ര തവണ ഉപയോഗിച്ചു, തിരകളുടെ വിവരങ്ങൾ എന്നിവ അറിയാൻ ബാലിസ്റ്റിക് പരിശോധനയ്ക്ക് അയക്കും. തിരുവനന്തപുരം ഫോറൻസിക് ലാബിലേക്കാണ് കോടതിയുടെ സാക്ഷ്യത്തോടെ ഇവ അയക്കുക. കോടതിയിൽ ഹാജരാക്കിയ പ്രതി ഉണ്ണിക്കമ്മദിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. ഇയാൾ നിരവധി പേർക്ക് തോക്കുകൾ വിൽപ്പന നടത്തിയിട്ടുണ്ട്. തിരകളും തോക്കുകളും എവിടെ നിന്ന് ലഭിച്ചു എന്നതിൽ പോലീസ് ചോദ്യം ചെയ്യൽ തുടരുകയാണ്. എയർ ഗണ്ണുകൾ വിൽപ്പന നടത്തുവാനുള്ള അനുമതിക്കായി ജില്ലാ കളക്ടർക്ക് ഉണ്ണിക്കമ്മദ് അപേക്ഷ നൽകിയിട്ടുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. വീടിനോട് ചേർന്ന് ഒരു ഷോപ്പ് പോലെയാണ് എയർഗൺ വിൽപ്പന നടത്തിയതെന്നാണ് നിഗമനം. പാലക്കാട് യുവാക്കളിൽ നിന്ന് വെടിയുണ്ട കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണമാണ് എടവണ്ണയിലെ ആയുധശേഖരം പിടികൂടുന്നതിലേക്ക് എത്തിയത്. ഈ യുവാക്കൾക്ക് വെടിയുണ്ട വിറ്റത് ഉണ്ണിക്കമ്മദാണ്. വിപിൻ സി വിജയൻ, 24 മലപ്പുറം. പോലീസിനെതിരായ ഭീഷണി പ്രസംഗത്തിൽ ഉറച്ച് KSU കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് VT സൂരജ്. കേസ് എടുത്താലും ജയിലിൽ അടച്ചാലും പ്രശ്നമില്ലെന്ന് സൂരജ് പറഞ്ഞു. സൂരജിന് പിന്തുണയുമായി യൂത്ത് കോൺഗ്രസും രംഗത്തെത്തി. പോലീസ് ഉദ്യോഗസ്ഥരുടെ തലയടിച്ചു പൊട്ടിക്കുമെന്നായിരുന്നു സൂരജിന്റെ പ്രസംഗം. കസബ CI ആയിരുന്ന കൈലാസ്നാഥിന്റെയും കോഴിക്കോട് ടൗൺ ICP ആയിരുന്ന ബിജുരാജിന്റെയും പേരെടുത്തു പറഞ്ഞായിരുന്നു ഭീഷണി. പോലീസ് കേസെടുത്തതിനു പിന്നാലെയാണ് സൂരജ് വിശദീകരണവുമായി എത്തിയത്. ആക്രമിക്കാനാണ് ഭാവമെങ്കിൽ വകവെച്ചു നൽകില്ലെന്നും വേട്ടയാടിയാൽ പ്രതിരോധിക്കുമെന്നും സൂരജ്. സമരങ്ങളിൽ പങ്കെടുത്ത KSU പ്രവർത്തകരെ പോലീസ് സ്റ്റേഷനകത്ത് വെച്ചും സമരമുഖത്ത് വെച്ചും അതിദാരുണമായും അകാരണമായും മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെക്കെതിരെ ഇന്നലെ പറഞ്ഞ നിലപാടിൽ യാതൊരു മാറ്റവുമില്ല. സൂരജിന്റെ പ്രസംഗത്തെ ന്യായീകരിച്ച് യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി. വൈകാരികമായി നടത്തിയ പ്രസംഗം പ്രാവർത്തികമാക്കാൻ പ്രേരിപ്പിക്കരുതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽകിഫിലും പറഞ്ഞു. 24 കോഴിക്കോട്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.